നിങ്ങളുടെ സ്വന്തം യൂട്യൂബർ ഈസ് ബാക്ക്. ഇന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ വിവരക്കേടിന്റെ അങ്ങേ അറ്റം പോയി മുരടിച്ചു പോയ ചിലവന്മാരെ പിടിച്ച് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങേ അറ്റം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ കുറച്ച് ശ്രദ്ധിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഒരു വീഡിയോ ഇട്ടു, കോപ്പിറൈറ്റ് അടിച്ചു. ആ ഭാഗം വെട്ടിക്കളഞ്ഞു, പിന്നെ ഇട്ടു, കോപ്പിറൈറ്റ് അടിച്ചു. പിന്നെ റീ എഡിറ്റ് ചെയ്തു, വീഡിയോ ഇട്ടു, പിന്നെയും കോപ്പിറൈറ്റ് അടിച്ചു. അവസാനം ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മൊത്തം കളയേണ്ട വന്നു. എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ കഷ്ടകാലം. ഇപ്പോൾ കമന്റ് ബോക്സുകളിൽ തെറിവിളി കേൾക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഇൻസ്റ്റാഗ്രാമും ഡിലീറ്റ് ചെയ്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് വീട്ടിൽ കയറിയില്ല. വീഡിയോ ചെയ്യാനുള്ള പ്ലാനുകൾ കിട്ടുന്നുണ്ടോ? മടക്കി എടുത്ത് പെട്ടിയിൽ അടച്ചു വെച്ചിട്ട് 4 ലക്ഷം രൂപ പഠിക്കാൻ നോക്കി. നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും. എന്തായാലും ഇൻസ്റ്റാഗ്രാമിന്റെ രാജാക്കന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. നമുക്ക് ഫസ്റ്റ് വീഡിയോ തന്നെ പ്ലേ ചെയ്യാം. അതിന് മുമ്പ് ലൈക്ക് അടി സബിലും ഞെക്കി ബെല്ലിലും ഞെക്കിയാരെ കമന്റ് വായിച്ചേരെ. അപ്പം നമുക്ക് ഫസ്റ്റ് വീഡിയോ പ്ലേ ചെയ്യാം. ലെവൽ 100+. ചീറ്റിപ്പോയി ഗൈസ്. 100+ IQ ലെവൽ ചീറ്റിപ്പോയി. എടാ ഇനി ഒന്നും ആലോചിക്കില്ല. അമ്പൂര് അവന് ഷെയർ കൊടുത്തില്ലെങ്കിൽ അവ ഇത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യും. ഉള്ളതാ ഇങ്ങനെയുള്ള കുറെ അവന്മാർ എൻ്റെ കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു. ഇല്ല അതിനകത്തോട്ട് ഞാൻ പോകുന്നില്ല. കാരണം സിഗ്മ അല്ലാതെ കിട്ടാത്തോണ്ടല്ലോ. അതും ശരിയാ. ഓക്കെ, അപ്പം അടുത്ത മഹാനെ നമുക്ക് പരിചയപ്പെടാം. ഡ്രസ് ഇട്ടുകൊണ്ട് കുളിക്കുന്നതിനെ കണ്ടോ? ഇവൻ പേസ്റ്റ് ഇല്ലാതെ പല്ലി വയ്ക്കുകയും ബാക്ക് ഇല്ലാതെ ഇല്ല. എന്തോ ചെയ്യാനാ ഗൈസ്, ഇൻസ്റ്റാഗ്രാമിന് ശാപം കിട്ടിയത് മാതിരി ആയിപ്പോയി ഇടയ്ക്ക് വെച്ച്. ഇതിനൊരു മോക്ഷം കിട്ടണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഓർഡർ നേരിട്ട് പോയി ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ അത്രയും പ്രാവശ്യം കോരിട്ടും വെള്ളം കിട്ടാതിരുന്നപ്പോ അവൻ കണ്ണു തുറന്ന് നോക്കുവല്ലേ പിന്നെയും. അപ്പൊ നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടോണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ പച്ചമകൻ പ്രശ്നേഷിനെ കണ്ടത്. പുതിയ കണ്ടുപിടുത്തമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നീ ആരോട് ചോദിച്ചിട്ട് വണ്ടി കയറിയത്? പുറത്തിറങ്ങിയ എന്താണ് കിച്ചുവിന്റെ പ്രശ്നം? നീയല്ലേ പറഞ്ഞ പുറത്ത് കൊണ്ടുപോകാന്ന്? ഇതിന് ഒറ്റ മരുന്നേ ഉള്ളൂ. ഒന്നെങ്കിൽ അവനൊരു ഫോർച്യൂണർ കിട്ടണം, അല്ലെങ്കിൽ അവനെ വല്ല ഊളംപാറയിലും കൊണ്ടുവരണം. ഈ സാധനം കണ്ട, ഇതാണ് ഇപ്പോഴത്തെ എന്റെ പ്രശ്നം. ആക്ച്വലി കാണുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞു ക്ലിപ്പായിട്ട് തോന്നുമെങ്കിലും ഇത് ഒരാളുടെ ജീവൻ എടുക്കുന്ന. ഒരു കിറ്റ് സാനിറ്റൈസർ കൊടുക്കാന്ന് പറഞ്ഞാൽ വീട്ടുകാരെ പോലും ഉപയോഗിച്ച് പോകുന്നവനവൻ. സത്യം പറഞ്ഞോണം, ഈ റീല് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടു കാണുമല്ലോ. കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് അയച്ചു തരാം. ഓക്കെ, ജനുവരി ലുക്കൻ, ഫെബ്രുവരി വെളുപ്പൻ, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്. ഇത് ഏതോ വിവരമുള്ളത് ഇറക്കിയതാണ്, അല്ലാതെ പ്രശ്നേഷിന്റെ തൊട്ടുള്ള ആരും ഇറക്കിയതല്ല. ഇനി ഒരു പ്രത്യേകതരം ജീവിയെ കാണണോ? നിങ്ങൾ നോക്കിക്കോ. സത്യം പറഞ്ഞ ഇവന് കുഴപ്പമൊന്നു പ്രാന്താശുപത്രിന്ന് ചാടി ഇറങ്ങി വീഡിയോ എടുക്കുവാന്നോ? അത് യൂട്യൂബ് വീഡിയോ ചെയ്ത് പ്രാന്തായതാന്നോ? ഇതിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ. 230 വോൾട്ട് കറണ്ടാണ് ചെവിയിലോട്ട് വെക്കുക, അടിക്കുക. ആരോടാ ഞാൻ പറയുന്നേ? അമ്മൂമ്മ ചാടാൻ കിടക്കുമ്പോൾ വീഡിയോ എടുത്ത് ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞിരുന്നവരടുത്താ ഞാൻ കടന്ന് പറയുന്നത്. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ മഹാരാജാക്കന്മാരെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ ഇവിടെ ഇത് ഫോളോ ചെയ്തോണം കേട്ടോ, ഇൻസ്റ്റയെ. പിന്നെ ലൈക്ക് ചെയ്യണം, സബ് ചെയ്ത് ബെല്ലിൽ ഞെക്കിയാരെ, കമന്റ് വെച്ചേരെ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.